പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറയും, ആ നീ വന്നോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. ഈ ഫ്രെയിമിലോട്ട് പിന്നെ കടന്നു വരുന്നത് ശ്രീ മോഹൻലാലാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലൂസിഫർ എന്ന് പറയുന്ന പടമാണ്. ഞാൻ പറഞ്ഞു നിർത്തണം, എനിക്കൊരു ചായ കുടിക്കണം, കാരണം ഇത് ആരാണ് വന്നേക്കുന്നതേ. എൻ്റെ ഒരു 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 ഭൂതകാലം ഉണ്ടായിരുന്നു. ഞാൻ ലഹരിക്ക് അടിമയായ ഒരാളായിരുന്നു ഞാൻ. അപ്പം ലഹരിക്ക് അടിമയായി നിന്ന ഞാൻ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോളൂ, നമുക്ക് വളരെ ഷോർട്ട് പീരീഡിലാണ് നമ്മുടെ ജീവിതം അല്ലേ? ജനനത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മരണം. അതെ, ഈ ഷോർട്ട് പീരീഡിൽ നമ്മൾ എന്താ അഹങ്കരിക്കാൻ? തീർച്ചയായും. പ്രേക്ഷകർ ഏറ്റവും കൂടുതലും ഹൃദയത്തിൽ സ്ഥാപിച്ചതും നടന്നു. അതെ, മനസ്സിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ കഥാപാത്രം അതാണ് ഇതുവരെ അഭിനയിച്ചതിൽ ഞാൻ 3 വേഷങ്ങളാണ് ഞാൻ എടുത്തു പറയേണ്ടത്. ഒന്ന് ചിലങ്കയുടെ ദ്രോണർ, അതിൻ്റെ ചിലങ്കയുടെ ഈ പിന്നെ ഏകലവ്യൻ നാടകത്തിനകത്തെ ദ്രോണർ എനിക്ക് മറക്കാൻ പറ്റില്ല. ഏകലവ്യനായിട്ട് എനിക്കൊന്ന് സുദർശനാണ്. അദ്ദേഹം സംസ്ഥാന അവാർഡ് വാങ്ങിയ നടനാണ്, എൻ്റെ നല്ല പ്രിയ സുഹൃത്താണ്. മിക്കവാറും ഞാൻ വിളിക്കും. അവനാണ് അതിനകത്ത് ദ്രോണരായിട്ട് അഭിനയിച്ചത്. അതന്നെ മേഖലയായിട്ട് അവതരിപ്പിച്ചത്. ദ്രോണരായിട്ട് ഞാനാണ് അവതരിപ്പിക്കുന്നത്. അതും വലിയൊരു വെല്ലുവിളിയുള്ള ക്യാരക്ടറാണ്. ഞങ്ങളെ അത് ചിട്ടപ്പെടുത്തിയത് എൻ്റെ ബഹുമാന്യനായ ശ്രീ കരകുളചന്ദ്രൻ ചേട്ടനാണ്. അദ്ദേഹം ഇന്നും നമ്മുടെ ഒപ്പം ഇല്ല. അദ്ദേഹത്തെ എനിക്ക് ഇപ്പോൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അത് എഴുതിയത് ശ്രീ ഫ്രാൻസിസ് മാവേലിക്കരയാണ്. ഇന്ന് സിനിമയുടെയും നാടകത്തിൻ്റെയും ഒക്കെ അതിൽ തിരക്കുള്ള ആളാണ്, വളരെ തിരക്കുള്ള ആളാണ്. അതെ അതെ, ഫ്രാൻസിസ് മാവേലിക്കര, അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വെല്ലുവിളി ഉണ്ടാക്കിയ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ കുഞ്ചൻ നമ്പ്യാരും ഈ ആട്ടവിളക്കണം മുമ്പിലെ കൃഷ്ണനാശാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് 3മാണ്. പിന്നെ എനിക്ക് നാടക സമിതിയിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മറ്റൊരു സമിതിയാണ് കൊച്ചിൻ സംഘമിത്ര. സതീഷ് ചേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തെയൊക്കെ ഞാൻ വളരെ നന്ദിയോടെ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. അതുപോലെ വക്കം ഷക്കീർ, അദ്ദേഹത്തിന് ഞാൻ കൊല്ലം യവന ഞാൻ അഭിനയിക്കുമ്പം ബേബിക്കുട്ടൻ ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടറും എഴുത്തുകാരനും ഒക്കെ. കൊല്ലം ബാബുണ്ണാണ് എൻ്റെ സമിതിയുടെ ഓണർ. ശ്രീ ബേബിക്കുട്ടൻ ചേട്ടനാണ് എന്നെ നാടകത്തിലോട്ട് പ്രൊഫഷണൽ നാടകത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ ഞാനിപ്പം ഓർക്കാതിരിക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. അഭിനയത്തിൽ ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം തീക്ഷ്ണമായിട്ടുള്ള ഭാവങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്ന ക്യാരക്ടറായിരുന്നു ആട്ടവിളക്കണേ മുമ്പേ ദ്രോണർ, ഈ പറഞ്ഞതുപോലെ കുഞ്ചൻ നമ്പ്യാർ. അതുപോലെ സീരിയലിലോ സിനിമയിലോ ഇത്തരത്തിൽ മെമ്മറബിളായി മനസ്സ് സൂക്ഷിക്കുന്ന ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? എനിക്ക് ഈ മാനമ്പാടിയിലെ സ്വാമി, ഞാൻ 3-4 പാട്ടുകൾ രംഗത്ത് പാടുന്നുണ്ട്. എനിക്ക് ആ വർക്ക് തീരുന്നു എന്ന് പറഞ്ഞപ്പം ഒരുപാട് ഞാൻ വേദനിച്ചൊരു, മനസ്സുകൊണ്ട് വേദനിച്ചു, തീർന്നു പോയല്ലോ എന്നുള്ളത്. കാരണം നമുക്ക് സ്വരങ്ങൾ പാടാൻ പറ്റുന്ന, കീർത്തനം പാടാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. അതിങ്ങനെ മൈക്കിനകത്തൂടെ ഈ ആദിത്യ സാർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ലിപ്പ് കൊടുത്തുകൊണ്ടിരിക്കും. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണത്, ഈ വാനമ്പാടിയിലെ സ്വാമി എന്ന് പറയുന്നത്. ശരിക്കും പിന്നെ ഏച്ചൻ്റെ എന്താ പറയുക, നാടകത്തിൽ തിളങ്ങിയതുപോലെ ഈ സംസ്ഥാന പുരസ്കാരത്തിൻ്റെ അടുത്തെത്തിയെങ്കിലും അത് ലഭ്യമാവാതെ പോയി. അതൊരു വേദനാജനകമായ കാര്യമാണ്. എങ്കിൽ പോലും നിങ്ങൾ അവതരിപ്പിച്ച നാടകത്തിലെ ശക്തമായ കഥാപാത്രങ്ങൾ മുഴിച്ചെടുക്കുകയാണ്. അതുപോലെ അയ്യോ എനിക്ക് സിനിമയിലോ സീരിയലിലോ അതിലേറെ മിന്നുന്നൊരു കഥാപാത്രം കിട്ടിയില്ലല്ലോ എന്ന് പ്രയാസമുണ്ടായിരുന്നു. പ്രയാസം ഉണ്ടാകുന്നോ ചോദിച്ചാൽ, ഒരു കലാകാരൻ നിലയിൽ, നല്ലൊരു നടൻ നിലയിൽ പ്രയാസം വരുമല്ലോ. തീർച്ചയായും. മറ്റുള്ളവർക്കൊരു പുരസ്കാരം കിട്ടുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ എന്നുള്ളൊരു അസൂയയല്ല, വേദന, മനസ്സിൻ്റെ എവിടെയും. എൻ്റെ ഭാര്യ പറയും നിങ്ങൾക്ക് കുശുമ്പ എന്ന് പറയും. അവളോടെ നിങ്ങൾക്ക് കിട്ടാത്തല്ല കുശുമ്പ എന്ന് പറയും. കുശുമ്പല്ല അതിനകത്ത്, നമുക്കൊരു ചെറിയൊരു നമ്മൾ അർഹത ഉണ്ടായിരുന്നിട്ടും അയ്യോ നിഷേധിക്കപ്പെട്ട, അർഹത ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്
പ്രേക്ഷകരും എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. അത് കിട്ടിയില്ല, സമയമായില്ല എന്നുള്ള വിഷമം എന്നൊരു വിഷമമുണ്ട്. എനിക്ക് തന്നെ ഈ സംഗീത നാടക അക്കാദമി പുരസ്കാരം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അതെ 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 2 പ്രാവശ്യം ഞാൻ കൊടുത്തു. 2 പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല, എന്നെ പരിഗണിച്ചില്ല. ഈ വർഷം ഞാൻ കൊടുക്കും, ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കും, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പരിഗണിക്കട്ടെ. അതെ അതെ കാരണം ഞാൻ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ കാത്തിരിപ്പാണ്. അതെ, ഇപ്പം എന്നെക്കാട്ടിൽ അർഹതയുള്ള സീനിയോറിറ്റി ഉള്ള പലരും ഇന്നും അത് വാങ്ങാതെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും അപ്പോൾ അടുത്തൊരു കൂടെ നമ്മുടേതാണെങ്കിൽ ലഭ്യമായ കിട്ടട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഒരു രചയിതാവ് കൂടെയാണല്ലോ, ചില നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ടതിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട നാടകമായിരുന്നു? ആകാശവാണിക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു കർണനുണ്ട്. 1 മണിക്കൂറാണ് അതിൻ്റെ സമയം. ആകാശവാണി അവതരിപ്പിച്ചതാണ്. അതെനിക്കിഷ്ടമാണ്. ഇപ്പം ഞാൻ എഴുതി വെച്ചേക്കുന്നൊരു നാടകമുണ്ട്. അത് മണ്ടോദരിയാണ് മുഖ്യ ക്യാരക്ടർ. രാവണൻ്റെ പട്ടമദർശി. മണ്ടോദരി ത്രൂ നിൽക്കുന്നു, രാവണൻ ഇങ്ങനെ വരുന്നുണ്ട്, രാവണൻ്റെ അനിയൻ വിഭീഷണൻ വരുന്നുണ്ട്. അങ്ങനെ ഈ 3 ക്യാരക്ടർ അത് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അത് ഞാനിങ്ങനെ ശ്രീ മധുവാലോടൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് അവതരിപ്പിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സംഭവിക്കട്ടെ. രാവണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും എന്താ പറയുക യോഗ്യനായ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ഒരു പൗരുഷവും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാവവും നിങ്ങളുടെ കണ്ണും പണ്ട് രാവണനായിട്ട് ദൂരദർശനിലൊരു സീരിയൽ വരുമായിരുന്നു. അപ്പോൾ അതിൽ പെട്ടെന്ന് ഈ ഓർമ്മ വന്നത് അതിനേക്കാൾ ഗംഭീരമാകാൻ പറ്റും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാണ്. കഴിഞ്ഞു പോയി ഒരു നടനുണ്ട്, ഇവിടെ നിന്ന് നമ്മുടെ ലോകത്തുനിന്ന് പോയൊരു നടനുണ്ട്. അത് ഇന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നടനായിരുന്നു ശ്രീ കരകുളം ചന്ദ്രൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ നിപ്പും കറക്റ്റാണ്. രാവണൻ അങ്ങനാണ്. നമ്മളൊക്കെ ദ്രോണർ ചിട്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഈ ഏകലവ്യൻ ചിട്ടപ്പെടുത്തുമ്പോൾ അദ്ദേഹം കാണിച്ചു തരുന്നത്, ഞാൻ നേരത്തെ സേനം സാർ കാണിച്ചെന്ന കാര്യം പറഞ്ഞതുപോലെ കാണിച്ചിരുന്നു നമുക്ക് ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളത് ദൈവമേ ഇതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് 100-ൽ 1 അവതരിക്കാൻ പറ്റിയെങ്കിൽ എന്ന് അദ്ദേഹം നമ്മൾ കൈയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇതുപോലെയൊക്കെ നമുക്കും പറ്റുമോ എന്ന്. അല്ല, അസാധ്യ ആർട്ടിസ്റ്റാണ്. അസാധ്യ ആർട്ടിസ്റ്റാണ്, എഴുത്തുകാരനാണ്, സംവിധായകനാണ്. അദ്ദേഹത്തിന് ആട്ടവിളക്ക്, പിന്നെ കരകുളം അജന്ത എന്ന് പറയുന്ന തിയേറ്ററിലൂടെയൊക്കെ കയ്യന്തലയും പുറത്തിടുന്ന നാടകത്തിനകത്ത് അദ്ദേഹത്തിന് കണ്ടക്ടർ. ഈ കയ്യന്തലയും പുറത്തിടരുത് നാടകം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചന്ദ്രജനാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തത്. ഒരു ദിവസത്തെ കളി, ഒറ്റ ദിവസം. അപ്പോൾ ഈ ബസ് പോകുമ്പോൾ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ വഴിയിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞെന്നുള്ളത്. പിന്നെ ഈ നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാരെ ആര് അവതരിപ്പിക്കും എന്നൊരു ചോദ്യം നമ്മുടെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചു ഇല്ലേ? ഞാനൊരു നടനെ ഇന്നും ഉണ്ടെന്ന് പറയുന്നത് ശ്രീ മോഹൻലാലാണ്. മോഹൻലാൽ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ എളിയ കലാകാരനായ എനിക്ക് ജീവിക്കാൻ അവസരം തന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ അദ്ദേഹം കേരളത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. വലിയ ഈ അഭിനയത്തിൻ്റെ ഒരു ഇതിഹാസം പിന്നെ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ നോട്ടവും ഓരോ നോട്ടത്തിനും ഒരു അർത്ഥം, അദ്ദേഹത്തിൻ്റെ മോഡലിൽ പോലും അർത്ഥമുണ്ട്, കൈകളിൽ പോലും. പിന്നെ അതാണ്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കാൻ ഇന്ന് ഞാൻ യോഗ്യൻ ശ്രീ മോഹൻലാലാണ്. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് കടന്നു വരാം കുടുംബത്തെക്കുറിച്ച്. വൈഫ്, മക്കൾ 2 ആൺകുട്ടികളാണ് എനിക്ക്. എന്ത് ചെയ്യുന്നവർ? അവർ 2 കാനഡയിലാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ? ഞങ്ങൾ 2 ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കിവിടെ. മക്കൾ എന്ത് ജോലി? മൂത്താള് BSc നഴ്സിംഗ് കഴിഞ്ഞാണ് പോയത്. അവിടെ അദ്ദേഹം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ചു. ഇപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിലെ ഡയറക്ടറാണ് അദ്ദേഹം. ഹോസ്പിറ്റൽ ഡയറക്ടർ? അതെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ BSc നഴ്സിംഗ് ആണ്. അവിടെ തന്നെ അവർ 2 നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. വൈഫും അവിടെ BSc നഴ്സിംഗ് കഴിഞ്ഞ് അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് പോയത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും എഞ്ചിനീയറാണ്. അവരൊന്നിച്ചവിടെ വർക്ക് ചെയ്യുന്നു. മോനവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജറാണ്. നല്ല പൊസിഷനാണ്. അവൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും കണ്ട് സംസാരിച്ചിട്ടായിരിക്കുന്നത് ഇങ്ങനെ. പിന്നെ ഞാൻ ആ ഒരു കാര്യത്തിൽ
സാറ്റിസ്ഫൈഡ്. വളരെ ഭാഗ്യവാനാണ്. അത് ഇവൾക്കാണ് എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. നമ്മൾ ഈ നാടകം കളിക്കുന്ന സമയത്തും കുട്ടികളെ വളർത്തിയത് ഇവളാണ്. കുട്ടികളെ വളർത്തി പഠിപ്പിക്കുന്ന എല്ലാം അവളാണ്. എൻ്റെ ഒരു 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 ഭൂതകാലം ഉണ്ടായിരുന്നു. ഞാൻ ലഹരിക്ക് അടിമയായ ഒരാളായിരുന്നു ഞാൻ. അപ്പം ലഹരിക്ക് അടിമയായി നിന്ന ഞാൻ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും വേണ്ട ചേട്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതാണ്. കാരണം ജീവിച്ചിരിക്കണം, അതെ, ഇനിയും എനിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കണം എന്ന് താല്പര്യത്തോടെ ഒരുപാട് പ്രാർത്ഥന ആറ്റുകാൽ അമ്പലത്തിലൊക്കെ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ലഹരിയുടെ വഴിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയുള്ളൂ, കുറേ വർഷങ്ങളെ ആയുള്ളൂ. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ചെങ്ങനാട് പറയുന്നത് പോലെ വീട്ടിൽ കൊണ്ട് വിടാനുള്ള വഴി പോലും എനിക്കറിയാൻ പറ്റാത്തൊരു ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വളരെ നർമ്മത്തിൽ പറഞ്ഞൊരു സംഭവം. അതെ 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 അദ്ദേഹം എന്നെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വീടിൻ്റെ പൊസിഷൻ അറിയില്ല. പുള്ളിക്ക് പറഞ്ഞു, പുള്ളി ആദ്യമായിട്ട് വരുവാ വീട്ടിൽ. അങ്ങനെ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ശ്രീ രഞ്ജിത്ത് ചെങ്ങവനാട്, അദ്ദേഹത്തെ നമുക്കിപ്പം ഇപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഓർമ്മിക്കാൻ. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ ഇൻ്റർവ്യൂ ആണ്. കാരണം ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ ചിന്തിച്ചത് ഇത്രത്തോളം സ്മരണീയമായ വ്യക്തികളെക്കുറിച്ച് ചിലരൊക്കെ ഒരാളെ പറഞ്ഞങ്ങ് നിർത്തും, ഒന്നോ രണ്ടോ വരെ. ഇതങ്ങനെയല്ല. ഓർക്കപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് അത് മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അങ്ങേയറ്റത്തെ ഒരു അനുസ്മരണവും, ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് അങ്ങേയറ്റത്തെ നന്ദി സൂചകമായിട്ട് പറയുന്ന ഏച്ചേട്ടൻ. അതെ അതെ. ഞാനൊരു കാര്യം ചോദിച്ചോളൂ, നമുക്ക് വളരെ ഷോർട്ട് പീരീഡിലാണ് നമ്മുടെ ജീവിതം അല്ലേ? ജനനത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മരണം. അതെ. ഈ ഷോർട്ട് പീരീഡിൽ നമ്മൾ എന്താ അഹങ്കരിക്കാൻ? തീർച്ചയായും. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് പ്രാധാന്യം ഇവിടെ ഈ ലോകത്ത്? ഞങ്ങൾ ഇന്നലെ രാത്രി മൂകാംബിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഞങ്ങൾ കൂടെ മൂകാംബി പോകും. അപ്പോൾ മൂകാംബിയിൽ നമ്മൾ അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ ആരാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. അമ്മയുടെ മുമ്പിൽ, അതൊരു ആറ്റുകാലിൽ നിന്നുകൊണ്ട് ഒരു വീട് വേണേ എന്ന് പറഞ്ഞ സമയം എനിക്കുണ്ടായിരുന്നു. ഒരു വാഹനം വേണേ അമ്മേ എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ഒരു ബൈക്ക്, അതെ, എനിക്ക് ഡബ് ചെയ്യാൻ വേണ്ടി പോകാൻ ഒരു ബൈക്ക് വേണേ അമ്മ എന്ന് പറഞ്ഞൊരു സമയം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുട്ടികളുടെ അഡ്മിഷൻ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അത്രത്തോളം തീച്ചൂളയിലൂടെ കടന്നു വന്ന. തീർച്ചയായിട്ടും. ശരിക്കും ഡബിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. ലൂസിഫറിൽ രാംദാസ്, അതെ, പി കെ രാംദാസ്, അങ്ങനെ ഒത്തിരി പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ശബ്ദം കൊടുത്തത് ഈ പി കെ രാംദാസിനാണ്. അത് ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ്. ശ്രീ കെ കെ രാജീവിൻ്റെ പടം ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എറണാകുളത്ത് ചെല്ലുക. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോഴും അവിടെ ഒരാൾ വന്ന് ഒരു ശബ്ദം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഡബ്ബിങ്ങിൽ പരാജയമാണ്. കാരണം എൻ്റെ ക്യാരക്ടർ തന്നെ ഞാൻ ഡബ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിൽ കൺസോൾട്ട് ഇരുന്ന് അവർ പിന്നെ വിയർക്കുന്നതും അവരുടെ പെയിനും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര പരാജയമാണ് എൻ്റെ തന്നെ ശബ്ദം കൊടുക്കുന്ന കാര്യത്തിൽ. ശരി, നോക്കാം. അപ്പോൾ രാജീവിനോട് രാജീവ് ഞാൻ ഇപ്പോൾ കോട്ടയം ചോദിച്ചു. അപ്പം എവിടെ എന്നാണ് രാജുവിൻ്റെ പടത്തിൻ്റെ പേര്. ഞാൻ ചെന്നപ്പം ഒരു ചെറിയ പോർഷൻ അത് ഞാനിങ്ങനെ ഡബ് ചെയ്തു. ഓക്കെ, ഒറ്റ സീൻ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൊബൈലിൻ്റെ വോയിസ് ക്ലിപ്പ് അദ്ദേഹം കേൾപ്പിക്കുകയാണ്. ഞാൻ എന്നെ കൊണ്ട് കേൾപ്പിച്ചപ്പം അയ്യോ നന്നായിരിക്കുന്നു, ഇതേക്കൊണ്ട് തന്നെ ചെയ്യിക്കൂ എന്ന് പറഞ്ഞു. അത് ശ്രീ പൃഥ്വിരാജിൻ്റെ വോയിസാണ്. അപ്പോഴും ഞാനത് ഇതിൻ്റെ അപകടം അറിയുന്നില്ല. പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന ലൂസിഫർ എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ ചെന്ന് ഡബ് ചെയ്ത് അപ്പം ഈ പി കെ രാംദാസ് ഇങ്ങനെ, അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ ഇതാണ് സംഭവം. അപ്പം ഇങ്ങനെ പുള്ളി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറയും, ആ നീ വന്നോ എന്ന് ചോദിക്കും. ഈ ഫ്രെയിമിലോട്ട് പിന്നെ കടന്നു വരുന്നത് ശ്രീ മോഹൻലാലാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലൂസിഫർ എന്ന് പറയുന്ന പടമാണ്. ഞാൻ പറഞ്ഞു, നിർത്തണം, എനിക്കൊരു ചായ കുടിക്കണം. കാരണം ഇതാരാണ് വന്നേക്കുന്നതേ? മോഹൻലാൽ എന്ന് പറയുന്ന വലിയ നടനല്ലേ ഓപ്പോസിറ്റ് ഫ്രെയിമിലേക്ക് വന്നേക്കുന്നത്. ഞാൻ പിന്നെ ചായയെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ഡബ് ചെയ്തത്. അപ്പോൾ ലൂസിഫർ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. ഭയം എന്നുള്ള അറിഞ്ഞില്ലല്ലോ. ലൂസിഫർ ആണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ കയറി ചെയ്തു, അറിയാതെ ചെയ്തു.
ഈ അറിയാവുന്നവനും അറിയാൻ വയ്യാത്തവനും ഭയമില്ലല്ലോ. കറക്റ്റ്. അറിയാവുന്നതിന് ഭയമില്ല, അറിയാത്തവനും ഭയമില്ല. ഞാൻ അറിയാത്തവനാ, അറിയാതെ ചെയ്തു പോയതാ. അങ്ങനെയാണ്. അതുകൊണ്ടത് മനോഹരമായി. അയ്യോ എന്ന് ഞാൻ പറയില്ല, നിങ്ങളൊക്കെ പറയണോ അത്. വളരെ മനോഹരമായിരുന്നു ആ ക്യാരക്ടർ. താങ്ക് യു. വളരെ എന്തായാലും വളരെ സന്തോഷമുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം ഒരു നാടകത്തിലെ ജീനിയസായ കലാകാരനെ, അങ്ങനെ തന്നെ പറയാം. അയ്യോ, നിങ്ങളെ ഓർക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ മറക്കാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ്. അപ്പോൾ എങ്കിലും ഒരു ചെറിയ വിഷമപരമായ കാര്യം, കുഞ്ചൻ നമ്പ്യാരെ പോലെ അതിമനോഹരമായ ക്യാരക്ടർ സിനിമയിലും ചേട്ടന് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ആശിക്കുന്നു. കാരണം നിങ്ങളുടെ നടൻ ആ ബിഗ് സ്ക്രീനിലും ആ നാടകക്കളരിയിൽ ഉറഞ്ഞു തുള്ളിയതുപോലെ ഉള്ള മനോഹരമായ വേഷങ്ങൾ ഒത്തിരി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനുള്ള വഴികൾ ദൈവം ഒരുക്കട്ടെ. നന്ദിയുണ്ട്. കുടുംബസമേതം വളരെ മനോഹരമായൊരു എന്താ പറയുക വർത്തമാനത്തിന് ഇടയൊരുക്കിയതിന് ഞാൻ നന്ദി പ്രകാശിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു. നമ്മുടെ ഈ കൊച്ച് വർത്തമാനം പറയുന്നതിന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നന്ദി പറയണം. എനിക്ക് പറയണം. എൻ്റെ നാട്ടിൽ, എൻ്റെ ചെറിയ പിന്നെ ഗ്രാമത്തിൽ ചൈതന്യം എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു. ഇപ്പോൾ അത് അന്യം നിന്ന് പോയി. അത് ആ ക്ലബിലൂടെയാണ് ഞാൻ നാടകം ചെയ്തു വരുന്നത്. ഇങ്ങനെ ആ ക്ലബില്ലായിരുന്നെങ്കിൽ യതികുമാർ എന്ന നടൻ വരില്ലായിരുന്നു. അപ്പം ഞാൻ ആ ക്ലബിനും അതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ പിറവന്തൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിനും, പിറവന്തൂർ എറണാകുളത്താണോ? അല്ല, നമ്മൾ പുനലൂരിനും പത്തനംതിട്ട ഇടയ്ക്കാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും എന്നെ നാടകത്തിൽ കൊണ്ട് വളർത്തിയവർക്കുമൊക്കെ ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കൊച്ചു വർത്തമാനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിനും വന്ന് ഇൻ്റർവ്യൂ ചെയ്തതിനും അങ്ങേയറ്റം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.